വാ തുറന്നു കഴിഞ്ഞാൽ കള്ളം മാത്രം പറയാൻ വേണ്ടിയിട്ട് ആണ് ഈ രാഷ്ട്രീയ നേതാക്കൾ ശ്രമിക്കുന്നത്. ഒന്ന് കേട്ടു നോക്കും നിങ്ങളത്. ഇവരെ പോലെയുള്ള നേതാക്കന്മാരാണ് നമ്മൾ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ഭരിക്കുന്നത്. വാ തുറക്കുന്നത് കള്ളം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങളത് കേട്ടു നോക്കുന്നത്, എന്നിട്ടും നമുക്ക് സംസാരിക്കാം. ഇന്നിപ്പോൾ റിപ്പോർട്ടർ ചാനൽ പുറത്ത് വിട്ടിട്ടുള്ള ആ ഒരു സംഗതി കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യമായത് കുട്ടിയുടെ ഫംഗ്ഷൻ അല്ല, അവിടുത്തെ കുട്ടിയുടെ അപ്പന്റെ അല്ലെങ്കിൽ പോറ്റിയുടെ അച്ഛൻ പോറ്റിയുടെ എന്തോ തരത്തിൽ ഒന്നുകിൽ സപ്തതിയാകാം, അല്ലെങ്കിൽ 84 വയസ്സാകാം, അല്ലെങ്കിൽ നവതിയാകാം, എനിക്ക് അതും കൃത്യമായിട്ട് അറിയില്ല. നമുക്ക് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മന്ത്രി, ദേവസ്വം ബോർഡിന്റെ ഒരു മന്ത്രി പറയുക, ശബരിമലയിലെങ്കിലും എവിടെയോ വെച്ച് കണ്ട ഒരു പോറ്റി വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അയാളുടെ കൊച്ചിന്റെ ആണോ അതോ ഇനി അപ്പന്റെ ആണോ അമ്മയുടെ ആണോ അമ്മയപ്പന്റെ ആണോ ആരാ അറിയത്തില്ല, ഒരു ഫംഗ്ഷൻ വിളിച്ചു അങ്ങ് പോവുക. ഈ മന്ത്രിമാർ ഓരോ ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ അതിനൊരു ഷെഡ്യൂൾ ഉണ്ടാവില്ല. മന്ത്രിമാരുടെ കൂടെ PM ഉണ്ടാവും, അവർ ഷെഡ്യൂൾ ചെയ്യില്ലേ, ഇന്നത്തെ ഇന്ന ദിവസം ഇന്ന ഫംഗ്ഷൻ ഉണ്ട്. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിളിച്ച് കഴിഞ്ഞാൽ പോവാണ്. ആരോ വിളിക്കുന്ന എന്തോ ഒരു പ്രോഗ്രാമിന് ചെന്ന് കയറിയതിനു ശേഷം എന്തെങ്കിലും ഇത് പൊതുസമൂഹം പൊക്കി കഴിയുമ്പോൾ ഒരു കേസൊക്കെ ആയി കഴിയുമ്പോൾ അയ്യോ എനിക്കത് ഓർമ്മയില്ല, ഞാൻ എന്താണെന്ന് അറിഞ്ഞില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിയുമ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മളെ ഇത്രയും ലോകം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു വിരൽത്തുമ്പിൽ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്ന് ഒരു സാമാന്യ ബോധം ഇവർക്കുണ്ടാവും. ഇവരെപ്പോഴും 1901 അല്ലെങ്കിൽ 1900 ഒക്കെ ജീവിച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ വാ തുറക്കുന്ന കള്ളം പറയാനാണ്. ഒരു മന്ത്രി പറയുന്നത്, ഒരു സംസ്ഥാനം ഭരിച്ച ഒരു മന്ത്രി ഇവിടുത്തെ പൊതുജന ഇയാളെ വിശ്വസിച്ച് നിൽക്കുന്ന അണികളുടെ അവസ്ഥയിലേക്ക് ഈ ആശാന് 100 പഴച്ചാൽ ശിഷ്യന് 1000 പഠിക്കുന്നു പറയുന്നത്. ആ ഫംഗ്ഷൻ വേണ്ടിയിട്ടാണ് പോയത്. ആ സന്ദർഭത്തിൽ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തുന്നത്. ഞാൻ ഒരു ഉപഹാരം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഫ്രൂട്ട്സ് കടക്കുന്നതായിട്ടുള്ള സാധനമാണ്. ഞാൻ ഒരു മന്ത്രി പറയാണ് അവിടെ നിന്ന് ഒരു പാക്കറ്റ് ആരോ എടുത്ത് തന്റെ കൈ കൊടുത്തു. ഗൺമാനാന്ന് തോന്നുന്നു, 3 ഗൺമാന്മാരായിട്ടൊക്കെയാണ് പോയത്. ഗൺമാർക്ക് അറിയത്തില്ല, ഒരു ഡ്രൈവർ ഉണ്ടാവും, എന്തായാലും മിനിസ്റ്റർ ആകുമ്പോൾ ഗവൺമെന്റിന്റെ ഡ്രൈവർ ഉണ്ടാവുമല്ലോ, പുള്ളി ഡ്രൈവ് ചെയ്ത് നേരെ കൊണ്ടുവന്ന് പോയിട്ട് വീടിന്റെ വാതിൽ നിർത്തുക. എന്നിട്ട് അകത്തോട് കയറി ഒരു പാക്കറ്റ് എടുത്ത് കൊടുക്കുന്നു. അല്ല സ്വർണ്ണപ്പാടി, ശബരിമല സ്വർണ്ണപ്പാടിയാണെങ്കിൽ ഒന്ന് നോക്കണ്ടായിരുന്നു മന്ത്രി. പോയിട്ടുള്ളതല്ല, അവിടെ വാങ്ങി വെച്ചിരുന്നത് ഞാൻ എടുത്ത് കൊടുത്തതായിരിക്കാനാണ് സാധ്യത. ഞാൻ സ്വകാര്യമായിട്ട് പോയിട്ടുള്ളതല്ല, രഹസ്യമായിട്ട് പോയിട്ടുള്ളതല്ല. ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ മന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിൽ എന്റെ ഗൺമാനോടൊപ്പം പോയിട്ടുള്ളതാണ്. എനിക്ക് ആ സന്ദർഭത്തിൽ 3 ഗൺമാന്മാരുണ്ടായിരുന്നു. ഞാൻ 3 പേരോടും ചോദിച്ചു, ഈ ഒരു പ്രാവശ്യം ഒന്നിലധികം പ്രാവശ്യം യഥാർത്ഥത്തിൽ പോയിട്ടുണ്ടെങ്കിൽ. അതായത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിക്ക് ആ സംസ്ഥാനത്തെ ആഭ്യന്തരം കൈയാളുന്ന ഒരു മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന ഗൺമാന്മാർ, അതായത് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ നോക്കേണ്ട പോലീസ് വകുപ്പുള്ള ഏതോ പോഴന്മാരെയാണ് അദ്ദേഹത്തിന് ഗൺമാനായിട്ട് കൊടുത്തേക്കുന്നതെന്ന് മന്ത്രി സ്വയം സമ്മതിക്കല്ലേ? എന്ത് തരം ഇവരെ ഒരു കഴിഞ്ഞ ഒരു 5 വർഷം ഇദ്ദേഹം ഏത് രീതിയിലായിരിക്കും ഒന്ന് ഭരിച്ചിരിക്കുന്നത്? ഇത് തന്നെ ആയിരിക്കുമോ ഇദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള മന്ത്രിമാർ ചെയ്യുന്നത്? ഒരു സംസ്ഥാനം, അതായത് കേരളം പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കേരളം പോലെ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം ഭരിച്ച ഒരു മന്ത്രി വളരെ നിസ്സാരമായിട്ടാണ് ജനങ്ങളെ പറ്റിക്കുന്നത്. വളരെ നിസ്സാരമായിട്ട്. ഇവനൊന്നും ഒരു ഉളുപ്പില്ലെന്നാണ് പറയാനുള്ളത്. ഒരു ഉളുപ്പില്ല. ഈ വായു എന്ന് വിളിച്ച് പറയുന്നത് യാതൊരു ഉളുപ്പില്ല. പക്ഷേ ഇവനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇനി കുരുപൊട്ടി അണികൾ ഇറങ്ങി വരും എന്നുള്ളതാണ്. ഒരു പോറ്റിയുടെ പേരിൽ അപ്പോൾ ആരെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ നിന്ന് വിളിക്കും, മന്ത്രി ഒരു ദിവസം ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൺമാരും ഡ്രൈവറും ഒക്കെ നേരെ വണ്ടി എടുക്കുക, നേരെ ഏതെങ്കിലും വീട്ടിൽ ഇടിച്ച് കയറുക. അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ മരണമാണോ, കൊലപാതകമാണോ, കഞ്ചാവ് കൊള്ളക്കടത്താണോ, പെൺവാണിപ്പാണോ, ഒന്നും നോക്കണ്ട, നേരെ ഇടിച്ചങ്ങ് കയറിക്കൊള്ളുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് ആ ഫംഗ്ഷൻ എന്താണെന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഇറങ്ങി പോരുക. കഷ്ടമാണ് ഒരു ദേവസ്വം ബോർഡിന്റെ മന്ത്രി ഇത് പൊതുസമൂഹത്തോട്, കേരളത്തിലെ പൊതുജനങ്ങളോട്, അതായത് ജെൻസി കിഡ്സുകൾ പൂണ്ട് വിളയാടുന്ന ഒരു രാജ്യത്തെ ജനങ്ങളോട് പറയണം. ഒരു 80 വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാർ കൂടുതലുള്ള ഒരു സംസ്ഥാനമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം അവരൊക്കെ ഈ മന്ത്രിമാരെയൊക്കെ വളരെ ദൈവത്തിനെ പോലെ കാണുന്നവരായിരിക്കും. അതായത് ഒരു യങ്സ്റ്റേഴ്സ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി പറയുന്ന വാക്കുകളാണ്. നാണം വേണമെന്ന് പറയത്തില്ല, പക്ഷെ വെറുതെ പറയുമ്പോൾ ഇച്ചിരി ഉളുപ്പ് ഉണ്ടാവുന്നത് നല്ലതാ മന്ത്രി.